ഒരു യാഗദ്രവ്യമാകാം ചേർക്കുന്നു ഞങ്ങളെയും സ്വീകരിക്കണമേ നീ സദയം. കാഴ്ചയായി ഉയരുന്ന അപ്പവും വീഞ്ഞും നീയും നീളവുമായി തീരും പോലെ ഒരു നീർക്കണം വീഞ്ഞിലലിയുന്ന പോലെ ഞങ്ങളെ നിന്റേതായി മാറ്റിയിടണേ. സൗരഭ്യമേറുന്ന ധൂപത്തോടൊപ്പമായി സൗഭാഗ്യമെല്ലാമേ ഏകിടുന്നു. സൗരഭ്യമേറുന്ന ധൂപത്തോടൊപ്പമായി സൗഭാഗ്യമെല്ലാമേ ഏകിടുന്നു. ദാനമായി നീ തന്ന ജീവിതവും എന്നിൽ നിക്ഷേപിച്ച താലന്തതും. ദാനമായി നീ തന്ന ജീവിതവും എന്നിൽ നിക്ഷേപിച്ച താലന്തതും സമർപ്പണം ചെയ്യുന്നു ഈ നിമിഷം. കാഴ്ചയായി ഉയരുന്ന അപ്പവും വീഞ്ഞും നീയും നീണവുമായി തീരും പോലെ ഒരു നീർക്കണം വീഞ്ഞിലലിയുന്ന പോലെ ഞങ്ങളെ നിന്റേതായി മാറ്റിയിടണേ. സൈഡിലിരിക്കുന്നവർ നിയമിച്ച് നടുവിലത്തെ ബെഞ്ചിലേക്ക് വരിക. അവിടെ സ്ഥലമില്ലെങ്കിൽ സൈഡിലേക്ക് പോകാം. അവിടെ സൈഡിലിരിക്കുന്നവരെല്ലാവരും നടുവിലത്തെ ബെഞ്ചിൽ രണ്ട് അറ്റത്തുമായിട്ട് നിൽക്കുക. പുറകിൽ ബെഞ്ച് കിടപ്പുണ്ട്, അങ്ങോട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് കാരണം ഇന്ന് വരുന്നവർക്ക് അല്ലെങ്കിൽ ഏറ്റവും പുറകേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. സൈഡിൽ നിൽക്കുന്നവരെ രണ്ട് വശത്തും ബെഞ്ചുകൾ പോരാത്തതിന് നമ്മൾ കസേര ഇട്ടിട്ടുണ്ട്. ബെഞ്ചുകൾ മുഴുവനായതിന് ശേഷം മാത്രമേ കസേരകളിലേക്ക് പോകാവൂ. കസേരകളും 2 മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ അകലത്തിലാണ് ഇട്ടിരിക്കുന്നത്. ആ അകലത്തിൽ തന്നെ ഈ കുർബാന പൂർത്തിയാകുന്നത് വരെ അത് സൂക്ഷിക്കുക, നിങ്ങൾ ഉപയോഗിക്കുക. അല്ലാതെ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അടുപ്പിച്ചിട്ട് ഇടരുത്. ബെഞ്ചുകൾ ഉള്ളവർ ബെഞ്ചുകൾ ഉപയോഗിക്കുക, അല്ലാത്തവർ സൈഡിലെ ബെഞ്ചിലേക്ക് വരിക. നമുക്ക് തമ്പുരാൻ സാന്നിധ്യം ഓർക്കാം, കൂടുതൽ നന്ദി പറയാം. തമ്പുരാൻ ഈ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മെല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കരുതൽ നമ്മളെക്കുറിച്ച്, ശ്രദ്ധ മറ്റെന്തിനേക്കാളും നമ്മളെക്കുറിച്ചുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ സന്നിധിയിൽ ഈ അവസ്ഥയിൽ നമുക്കായിരിക്കുവാൻ സാധിക്കുന്നത്. ഈ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് ഈ ദിവസം ആരംഭിക്കുവാനും നമുക്ക് സാധിക്കുന്നത്. ഈ അർദ്ധനാരിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും, പ്രത്യേകിച്ചും ലോകം എങ്ങുമുള്ള കോവിഡ് രോഗികളെയും മറ്റ് രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവക സമൂഹത്തെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. അവരുടെ എല്ലാം നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ ഇടവക കുടുംബത്തിൽ നിന്നും വിവാഹം ആഘോഷിക്കുന്നവർ വാർഷിക കലാലയം തന്നെ കാണുന്നില്ല. ജന്മദിനം ആഘോഷിക്കുന്നവർ 2 പേര്, കെവിൻ ചെറിയ വിളിയിൽ, അതുപോലെ തന്നെ മനു ആലുങ്കൽ, അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റർ നാൻസിയുടെയും ജന്മദിനമാണെന്ന് അറിയുന്നു. ഇവരെല്ലാവരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. അവരുടെ എല്ലാം ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് അവരോടൊപ്പം നമുക്കും നന്ദി അർപ്പിക്കാം. തുടർന്നും ആവശ്യമായ അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി ഏറ്റവും വിശുദ്ധിയോടെ അർപ്പിക്കുവാനാണ് കൃപ. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് തമ്പുരാനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ബലി അർപ്പിക്കാം. എൻ്റെ ദൈവമേ,
ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കുന്നതിനാലും സ്വർഗത്തിൽ നഷ്ടപ്പെടത്തിൽ നരകത്തിനകത്തുന്നു. അങ്ങേ പ്രസാദപ്പെട്ട സഹായത്താൽ പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേൽപ്പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും പാപം ചെയ്യുന്നതിനേക്കാൾ ഞാൻ സഹായിക്കുന്നു. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനും സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹ തന്റെ മനുഷ്യാവതാരം വഴി രക്ഷാഗ്ര വാഗ്ദാനം പൂർത്തിയാക്കിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. മിശിഹായിലൂടെ അങ്ങുമായി ഞങ്ങളെ രമ്യതപ്പെടുത്തി ദൈവപുത്ര സ്ഥാനത്തിന് അർഹരാക്കിയ അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷിക്കാൻ വേണ്ടി ഈ വിശുദ്ധ കുർബാന യോഗ്യതാപൂർവ്വം അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവഴി രക്ഷയുടെ ഫലങ്ങൾ ഞങ്ങളിൽ സ്ഥിരീകരിക്കുന്നതിനും ഇടയാക്കട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സൈ
സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവെ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ വിയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങയേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദർഹനും ബലവാനും അമർത്യനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിന് ഒത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 18-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഗുരു ആശീർവദിക്കണമേ. മിശിഹ സഹോദരി അനുജയിക്കട്ടെ. മാമ്രയുടെ ഓക്കുമരത്തോപ്പിന് സമീപം കർത്താവ് അബ്രഹത്തിന് പ്രത്യക്ഷനായി. വെയിൽ മൂത്ത സമയത്ത് അബ്രഹാം തൻ്റെ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ട് അവൻ കൂടാരവാതിൽക്കൽ നിന്നെഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലം പറ്റിയെ താണ് അവരെ വണങ്ങി. അവൻ പറഞ്ഞു, യജമാനനെ, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ. കാല് കഴുകാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ. മരത്തണലിരുന്ന് വിശ്രമിക്കുക. നിങ്ങൾ ഈ ദാസന്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറെ അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം. നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് അവർ പറഞ്ഞു. അബ്രഹാം പെട്ടെന്ന് കൂടാരത്തിലെത്തി സാറായോട് പറഞ്ഞു, വേഗം 3 ഇടങ്ങഴി മാവെടുത്ത് കുരച്ച് അപ്പം ഉണ്ടാക്കുക. അവൻ ഓടിച്ചെന്ന് കാലിക്കൂട്ടിൽ നിന്ന് കൊഴുത്ത ഒരു ഇളം കാളക്കുട്ടിയെ പിടിച്ച് വേലക്കാരനെ ഏൽപ്പിച്ചു. ഉടനെ അവൻ അത് പാകം ചെയ്യാൻ തുടങ്ങി. അബ്രഹാം വെണ്ണയും പാലും പാകം ചെയ്ത് മൂരി ഇറച്ചിയും അവരുടെ മുൻപിൽ വിളമ്പി. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചു കൊണ്ടുനിന്നു. ദൈവമായ കർത്താവിന് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ വചനങ്ങൾ ശ്രമിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുകയും വചനങ്ങൾ പാലിച്ച് പശുധമയെപ്പോലെ 100 മേനി ഫലം നൽകുവാൻ ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. സഹോദരനെ ഗ്രഹിക്കട്ടെ. ഇക്കാരണത്താൽ വിജാതീയരായ നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ വെളിപാട് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത്. അത് വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റ് തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ഈ വെളിപാടനുസരിച്ച് വിജാതിയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശു ക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗവാക്കുകളുമാണ്. ദൈവത്തിൻ്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി. അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടത്രേ എനിക്ക് ഈ കൃപാവരം നൽകപ്പെട്ടത്. വിജാതീയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനും ഉതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായി എനിക്ക് നൽകപ്പെട്ടു. സ്വർഗീയ ഇടങ്ങളിലൂടെ ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖ്യാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത്. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ നിത്യമായ ഉദ്ദേശമനുസൃതമാണ്. അവനിലൂടെ വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട്. അതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ ഹൃദയവേദന അനുഭവിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പീഡകൾ അത്രേ നിങ്ങളുടെ മഹത്വം. വചനം ധാരധാരയായി ഒഴുകും ധന്യമാം നിമിഷം. ഹൃദയം ദീപ്തമാക്കിടാം തിരുവചനം ഉൾക്കൊണ്ടിടാം. ആകാശമണ്ഡലം മാറിയാലും മാറുകില്ല ഈ വചനം. ഭൂമിതലങ്ങൾ നീങ്ങിയിടവേ നീങ്ങുകില്ല ഈ വചനം. സൗഖ്യമേകും ശാന്തിയേകും ജീവദായക വചനം. സൗഖ്യമേകും ശാന്തിയേകും ജീവദായക വചനം. സത്യവചനം നിത്യവചനം നിത്യവചനം ദൈവം നൽകും വചനം. സത്യവചനം നിത്യവചനം നിത്യമെന്നും ദൈവം നൽകും വചനം. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. തമ്പുരാന്റെ പദ്ധതികൾ മനുഷ്യരിലൂടെ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ദൈവം നൽകുന്ന കൃപകൾ, അനുഗ്രഹങ്ങൾ, അടയാളങ്ങൾ, അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം പ്രതിപാദിക്കുക. ശ്രാപക യോഹന്നാന്റെ ജനനവുമായി ബന്ധപ്പെട്ട ദൈവത്തിൻ്റെ ആ ഇടപെടലും പദ്ധതികളുടെ പൂർത്തീകരണവും നമ്മുടെയും ജീവിതത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് മുമ്പിൽ പൂർണ്ണമായിട്ടും കീഴടങ്ങുവാൻ സമ്മതമുടുവാൻ കൃപ പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചനം ശ്രവിക്കാം. അധ്യായം 1 57 മുതൽ 66 വരെയുള്ള തിരുവചനങ്ങൾ. എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളുടെ വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. 8-ാം ദിവസം അവർ യേശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്ന് പിതാവിൻ്റെ പേര് അനുസരിച്ച് സക്കറിയ എന്ന് അവന് പേര് നൽകുവാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേര് ഇല്ലല്ലോ. ശിശുവിന് എന്ത് പേര് നൽകുവാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവൻ ഒരു എഴുത്തുപലക വരുത്തി അതിലെഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്.
എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു. നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങി. അയൽക്കാർക്ക് എല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. എല്ലാവരും ഇരിക്കുക. നാളുകൾക്ക് ശേഷമുള്ള അഭിമാനി പിതാവിൻ്റെ സർക്കുലർ ഇന്ന് ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഉള്ള സന്ദേശമാണ് ഇന്ന് വായിക്കുക. മിശിഹായിൽ പ്രിയ സഹോദരരെ, വത്സര മക്കളെ, ഉണ്ണീശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നാം ഒരുങ്ങുന്ന സമയമാണല്ലോ ആഗമനകാലം അല്ലെങ്കിൽ മംഗളവാർത്തക്കാലം. ഈ വർഷം ബാഹ്യമായ ആഘോഷങ്ങൾക്ക് പരിമിതി ഉണ്ടെങ്കിലും ആന്തരികമായ ഒരുക്കത്തിന് ഒരു കുറവും വരുത്തരുത്. കോവിഡ് പോലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ക്ലേശങ്ങൾക്കിടയിലും പ്രത്യാശയോടെ നാം ജീവിതയാത്ര തുടരുകയാണ്. ഏതു സാഹചര്യത്തിലും ദൈവം കൂടെയുണ്ട് എന്ന ഉറച്ച ബോധ്യമാണ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം. ദൈവം നമ്മോടുകൂടെ, എമാനുവേൽ എന്ന ബോധ്യം നമ്മിൽ ആഴപ്പെടുവാൻ സഹായിക്കുന്ന സുവർണ അവസരമാണ് ആഗതമാവുന്ന ക്രിസ്തുമസ്. ദൈവം മനുഷ്യരായത് നമ്മോടുകൂടെ ആയിരിക്കുവാനാണ്. വേദനകളിലും കഷ്ടപ്പാടുകളിലും കൂടെ നടക്കുന്ന ദൈവത്തെ ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ നാം തിരിച്ചറിഞ്ഞു. മനുഷ്യാവതാരം ചെയ്ത ദൈവത്തോട് ഉള്ള ഒരു തീർത്ഥാടനമാണ് ക്രിസ്തീയ ജീവിതം. ഈ ഉണ്ണീശോയെ കാണുവാനായി യാത്ര ചെയ്തവരുടെ അനുഭവങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ക്രിസ്മസിനായുള്ള ഒരുക്കത്തിൻ്റെ ദിവസങ്ങൾ നമുക്ക് കൂടുതൽ അർത്ഥവത്താക്കാം. യഹൂദരുടെ രാജാവായി ജനിച്ചവനെ കാണുവാൻ ദൂരെ നിന്നും ജ്ഞാനികൾ നക്ഷത്രം കണ്ട് യാത്രയായി. അറിവിനും അധികാരത്തിനും സമ്പത്തിനും സുഖസൗകര്യങ്ങൾക്കും നികത്താൻ ആവാത്ത എന്തോ ഒരു കുറവ് അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടത് കൊണ്ടായിരിക്കണം അവർ ആ യാത്രയ്ക്ക് തയ്യാറായത്. നന്മ നിറഞ്ഞ ഹൃദയത്തോടെ ഇറങ്ങിത്തിരിച്ച അവർക്ക് സ്വർഗത്തിൽ നിന്നും ഉള്ള വെളിച്ചം നക്ഷത്രത്തിൻ്റെ രൂപത്തിൽ വഴികാട്ടിയായി. പ്രശ്നരഹിതമായ ഒന്നായിരുന്നില്ല ആ യാത്ര എന്ന് ഓർക്കണം. ഇടയ്ക്ക് അവർക്ക് വഴി തെറ്റുന്നുണ്ട്. രക്ഷകനായി ജനിച്ച രാജാവിനെ അന്വേഷിച്ച് അവർ ഹെറോദസിൻ്റെ കൂട്ടാരത്തിലേക്ക് പോയി. ആത്മീയ യാത്രയിൽ സമ്പത്തിൻ്റെയും സുഖലോലുപതയുടെയും അധികാരത്തിൻ്റെയും പ്രതീകമായ കൊട്ടാരം പലരെയും വഴിതെറ്റിച്ചിട്ടുണ്ട്. കൃത്രിമ വെളിച്ചത്താൽ പ്രകാശിതമായ കൊട്ടാരങ്ങളിൽ സ്വർഗത്തിൻ്റെ നക്ഷത്രത്തിന് എന്താണ് പ്രസക്തി? എന്നാൽ തങ്ങൾ അന്വേഷിച്ചവൻ പിറന്നിരിക്കുന്നത് രാജകൊട്ടാരത്തിലല്ല, പുൽക്കൂട്ടിലാണ് എന്ന് ജ്ഞാനികൾ മനസ്സിലാക്കി. യാത്ര വീണ്ടും ബെത്ലഹേമിലേക്ക് ആയപ്പോൾ നക്ഷത്രം വഴികാട്ടിയായി അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. വഴിതെറ്റുമ്പോൾ ജീവിതത്തിൽ പറക്കുന്ന അന്ധകാരത്തിൽ നിന്നും പുറത്തു വരുവാൻ സ്വർഗീയ വെളിച്ചത്തിൻ്റെ നക്ഷത്രത്തിനായി തിരുസന്നിധിയിലേക്ക് നാം കണ്ണുകൾ ഉയർത്തണം. യേശുവിനെ ആരാധിക്കുവാനായി ഇറങ്ങി പുറപ്പെട്ട പൂജ രാജാക്കന്മാരുടെ മനോഭാവം T.S. എലിയറ്റിൻ്റെ ദ ജേർണി ഓഫ് ദ മാജി, പൂജ രാജാക്കന്മാരുടെ യാത്ര എന്ന കവിതയിൽ വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ശൈത്യകാലത്തെ കഠിനമായ തണുപ്പേറ്റ് ക്ലേശിതരായി നടന്നു നീങ്ങുമ്പോൾ പിന്നിട്ട വഴിയിലേക്ക് നോക്കി അവർ ചോദിക്കുന്നു, ഇപ്രകാരം ഇറങ്ങി പുറപ്പെടുവാനായി എടുത്ത തീരുമാനം തെറ്റായിപ്പോയോ? ധൈര്യം സംഭരിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ വീടും ഭാര്യയും മക്കളുമൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ആ സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഇറങ്ങിയത് തെറ്റായിപ്പോയോ എന്ന് വീണ്ടും അവർ സ്വയം ചോദിക്കുന്നുണ്ട്. എങ്കിലും പ്രതീക്ഷകൾ കൈവിടാതെ കഷ്ടതകൾ സഹിച്ച് ഉണ്ണി യേശുവിൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ ജനനവും മരണവും അവർ കണ്ടു എന്നാണ് കവിതയിൽ പറയുന്നത്. യേശുവിൻ്റെ ജനനത്തിന് സാക്ഷികളായപ്പോൾ യാത്രയിൽ അനുഭവിക്കേണ്ടി വന്ന ക്ലേശങ്ങളെല്ലാം അവർ മറക്കുകയാണ്. പഴയ മനുഷ്യൻ മരിച്ച് തങ്ങളിൽ പുതിയ മനുഷ്യൻ ജനിച്ചതായി അവർ അനുഭവിച്ചു. അന്വേഷിച്ചവനെ കണ്ടെത്തിയപ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റം വന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു വഴിയിലൂടെയാണ് അവർ തങ്ങളുടെ സ്വന്തം ഇടങ്ങളിലേക്കുള്ള മടക്ക യാത്ര നടത്തിയത്. ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർക്കും രക്ഷകന്റെ ജനനത്തെ സംബന്ധിച്ച് മാലാഖയുടെ അറിയിപ്പ് ലഭിച്ചു. വലിയ പാണ്ഡിത്യമോ സമ്പത്തോ ഇല്ലാതിരുന്ന സാധാരണക്കാരുടെ പ്രതിനിധികളായ അവരും മാലാഖ അറിയിച്ച സംഭവം കാണുന്നതിനായി ബെത്ലഹേമിലേക്ക് അതിവേഗം യാത്രയായി. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത ആ ഇടയന്മാർ സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് തിരിച്ചുപോയി. യേശു രക്ഷകനായി പറഞ്ഞത് സകല ജനത്തിനും വേണ്ടിയാണ്. ചെറിയവരും വലിയവരും അവനെ തേടിയുള്ള യാത്രയിലാണ്. ജീവിതയാത്രയിലെ ഈ വർഷം
ലോകം മുഴുവൻ ആശങ്കകളുടെ കാലമായിരുന്നു. പലരും യാത്ര നിന്നുപോയെന്ന് ഭീതിപ്പെട്ട കാലം. മാസ്കിൻ്റെ മറവിൽ എല്ലാം കൊണ്ടും ശ്വാസം മുട്ടിയ ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ പ്രതീക്ഷയുടെ തുരുത്തുകൾ സ്വപ്നം കാണുവാൻ ക്രിസ്തുമസ് നമ്മെ സഹായിക്കട്ടെ. അകലം പാലിക്കേണ്ടത് ശരീരം കൊണ്ട് മാത്രമാണ് എന്നും ഹൃദയങ്ങൾ ഏറെ അടുക്കേണ്ടത് ഉണ്ട് എന്നും ഈ കാലഘട്ടം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുമസ് നക്ഷത്രം നമ്മുടെ വീടുകളിൽ തെളിയുമ്പോൾ ശരിയായ സന്തോഷത്തിൻ്റെ വെളിച്ചം നമ്മുടെ കുടുംബങ്ങളിൽ നിറയണം. അതിന് പരസ്പര ബഹുമാനത്തിൻ്റെയും ക്ഷമയുടെയും പങ്കുവയ്ക്കലിൻ്റെയും ക്രിസ്തുമസ് നമുക്ക് ഉണ്ടാകണം. ജോലി നഷ്ടപ്പെട്ട് ബന്ധങ്ങൾ തകർന്ന് പ്രാർത്ഥിക്കാൻ പോലും ആകാത്ത ഒറ്റപ്പെട്ടവരിലേക്ക് ശ്രദ്ധയും കരുതലും നൽകുവാനുള്ള കാലമാണ് ഈ നോമ്പുകാലം. അസഹിഷ്ണുത, വെറുപ്പ്, പരിഹാസം, സ്വാർത്ഥത തുടങ്ങിയവയോട് നമുക്ക് അകലം പാലിക്കാം. സമൂഹ മാധ്യമങ്ങളുടെ അമിതമായ ഉപയോഗത്തിന് തൊട്ടടുത്ത് ഉള്ളവനെ കാണാതെ പോകുന്ന അന്ധത നമുക്കിടയിൽ കടന്നു കയറുന്നുണ്ട്. ലോകം മുഴുവൻ നന്നാക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ മാതാപിതാക്കളുടെയും ജീവിത പങ്കാളികളുടെയും മക്കളുടെയും സഹോദരങ്ങളുടെയും അയൽക്കാരുടെയും കണ്ണുനീരും ഹൃദയവ്യഥകളും കാണാതെ പോകരുത്. തിരുക്കുടുംബത്തിൻ്റെ ജീവിതം ധ്യാനിക്കുമ്പോൾ കുടുംബത്തിൻ്റെ പവിത്രത സംരക്ഷിക്കേണ്ടതിൻ്റെയും സ്ത്രീകളെയും കുട്ടികളെയും ബഹുമാനിക്കേണ്ടതിൻ്റെയും ആവശ്യകത കൂടുതൽ ബോധ്യമാകുന്നു. സമൂഹത്തിന് നിസ്വാർത്ഥമായി സേവനം ചെയ്യുവാനുള്ള ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കേണ്ട ഇടം കുടുംബമാണ് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈയിടെ പ്രസിദ്ധീകരിച്ച നാം എല്ലാവരും സോദരർ എന്ന ചാക്രിക ലേഖനത്തിലെ ചില ചിന്തകൾ ഇവിടെ പ്രസക്തമാണ്. മാർപ്പാപ്പയുടെ വീക്ഷണത്തിൽ ഹൃദയത്തിൽ മതിലുകൾ കെട്ടിപ്പൊക്കി മറ്റ് വ്യക്തികളുമായുള്ള സംസർഗം ഒഴിവാക്കി മതിലുകളുടെ ഒരു സംസ്കാരം വളർത്തുവാനുള്ള പ്രലോഭനം നമുക്ക് ചുറ്റുമുണ്ട്. ഇങ്ങനെ മതിലുകൾ പടുത്തുയർത്തുന്നവരാകട്ടെ തങ്ങൾ പണിത അതേ മതിലുകൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ട അടിമകളാക്കപ്പെടുന്നു. മറ്റുള്ളവരുമായുള്ള സമ്പർക്കങ്ങൾ ഇല്ലാത്തതിനാൽ അവർ ചക്രവാളം ഇല്ലാത്തവരായി അവശേഷിക്കുന്നു. ഈ പ്രലോഭനത്തെ വിജയിക്കുവാൻ സ്നേഹത്തിൻ്റെ സാർവത്രിക തറവി ഉണ്ടാകണം എന്നാണ് മാർപ്പാപ്പ സൂചിപ്പിക്കുന്നത്. നമ്മുടെ സുഹൃത്ത് വലയം വിപുലീകരിക്കണം. എന്നോട് അടുത്തവരെയും സ്നേഹവലയത്തിൽ ഞാൻ ഇതുവരെ ഉൾക്കൊള്ളിച്ചിട്ടില്ലാത്തവരെയും ഉൾച്ചേർക്കുവാനുള്ള പ്രവർത്തനങ്ങൾ വേണം. സഹനങ്ങളുടെ സന്ദർഭത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാതെ മറ്റുള്ളവരുടെ അടുത്ത് അണയുവാനും പരസ്പരം സ്വീകരിക്കുകയും കരുതുകയും ചെയ്യുന്ന സ്നേഹ കൂട്ടായ്മ രൂപപ്പെടുത്തുവാനും സാധിക്കണം. സമൂഹത്തിൽ ഉൾച്ചേരാതെ ജീവിക്കുന്നവരുടെ സജീവ ഭാഗഭാഗിത്വം പൗര സമൂഹത്തിനും സഭാ സമൂഹത്തിനും ഉറപ്പാക്കണം. ചുരുക്കത്തിൽ എല്ലാവർക്കും ഇവിടെ ഇടമുണ്ട് എന്ന സന്ദേശം ജീവിത ബന്ധങ്ങളിലൂടെ നൽകുവാൻ നമുക്ക് ആവണം. ഒരു പക്ഷേ ഇക്കൊല്ലം ക്രിസ്തുമസ് കരോൾ, പാതിര കുർബാന തുടങ്ങിയ മുൻകാലങ്ങളിൽ എന്നതുപോലെ നമുക്ക് സാധ്യമായി എന്ന് വരില്ല. സർക്കാർ നിർദ്ദേശിക്കുന്ന നിയന്ത്രണങ്ങൾക്ക് അനുസൃതമായി തിരുക്രമങ്ങളും ആഘോഷങ്ങളും ക്രമീകരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ജീവിതയാത്രയിൽ 2020 എന്ന വർഷം അവസാനിക്കുമ്പോൾ നമ്മുടെ പല തിരക്കുകളും ആഘോഷങ്ങളും തിരുനാളുകളും ആർഭാടങ്ങളായിരുന്നു എന്ന തിരിച്ചറിവ് അനേകർക്ക് ഉണ്ടായിട്ടുണ്ട്. സന്തോഷം കണ്ടെത്തേണ്ടത് അവരവരുടെ ഉള്ളിൽ നിന്നാണ് എന്നും അത് ചുറ്റുപാടുമുള്ള സമൃദ്ധിയുടെ സാഹചര്യങ്ങളിലല്ല, ഹൃദയത്തിലെ കൊച്ചു പുൽക്കൂട്ടിൽ ക്രിസ്തു പിറക്കുമ്പോഴാണ് എന്നും ഈ ക്രിസ്തുമസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ചിരാതുകൾ തെളിയിച്ച് ഉണ്ണീശോയെ നമുക്ക് വീടിൻ്റെ അകത്തളങ്ങളിൽ സ്വീകരിക്കാം. ബൈബിൾ പാരായണത്തിനായി പ്രത്യേകം മാറ്റിവച്ചിരിക്കുന്ന ഈ ഡിസംബർ മാസത്തിൽ കുടുംബ അംഗങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ദൈവവചനം ധ്യാനപൂർവ്വം വായിക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ. അടുത്തു വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിങ്ങളുടെ സമ്മതിദാനാവകാശം ഉത്തരവാദിത്വത്തോടെ വിനിയോഗിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പുൽക്കൂട്ടിൽ പിറന്ന രക്ഷകനായ ഈശോ നിങ്ങൾ എല്ലാവരെയും സമാധാനത്തിലും ആരോഗ്യത്തിലും സംരക്ഷിക്കട്ടെ. പിറവി തിരുനാളിൻ്റെയും പുതുപരിസരത്തിൻ്റെയും ആശംസകൾ സ്നേഹപൂർവ്വം ഏവർക്കും നേർന്നുകൊണ്ട് ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിൽ, എറണാകുളം അങ്കമാലി മിത്രപുരത്ത്. പ്രിയമുള്ളവരെ, നാളുകൾക്ക് ശേഷമാണ് അഭിനന്ദ പിതാവിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഇടയലേഖനം ഇതുപോലെ വായിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചത്. 2 പ്രധാനപ്പെട്ട മേഖലകളാണ് പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന് ആത്മീയ തലവും 2 ഭൗതിക തലവും. ഭൗതികമായ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ പദ്ധതി നേടുവാനായിട്ട് സർക്കാരിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട നിയന്ത്രണങ്ങൾ നമ്മൾ പാലിച്ചാണ് പോവുക. ശാരീരികമായിട്ടുള്ള അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, അങ്ങനെയൊക്കെയുള്ള ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക. അങ്ങനെയെങ്കിലും ഒപ്പം തന്നെ ആത്മീയമായ തരത്തിലേക്ക് കൂടി ഇത് വിരച്ചുവിടുന്നുണ്ട്. നമ്മൾ ശാരീരികമായിട്ട് അകലം പാലിക്കുമ്പോഴും
ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അത് അവിടെ അകലം നമ്മളൊന്ന് പാലിക്കരുത്, അല്ലെങ്കിൽ അകലം ഉണ്ടാവരുത്. അവിടെ കൂടുതൽ ദൈവത്തോട് അടുത്ത് വസിക്കുവാനായിട്ടുള്ള ഒരു അവസരം ഒരു പക്ഷേ ഈ കാലഘട്ടം നമുക്ക് നൽകുകയാണ്. പ്രത്യേകിച്ചും ഈ ക്രിസ്മസിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് കൂടുതൽ ആത്മീയമായിട്ട് ദൈവത്തോടടുക്കുവാൻ, ഈശോയോട് അടുക്കുവാനായിട്ട്, അങ്ങനെ നമ്മുടെ സഹോദരങ്ങളുമായിട്ട് ആത്മീയമായ ബന്ധം അകൽച്ച കുറഞ്ഞ് അവരെ സ്നേഹിക്കുവാനുള്ള ഒരു നല്ല ഹൃദയം വാർത്തെടുക്കുവാനായിട്ട്, നല്ല മനോഭാവങ്ങൾ വാർത്തെടുക്കുവാനായിട്ട്, അതേസമയം തന്നെ നമ്മുടെ ജീവിതത്തിൽ നാളിതുവരെ ഉണ്ടായിരുന്ന ചില തെറ്റായ മനോഭാവങ്ങൾ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമല്ല എന്നുകൂടി ഈ കാലഘട്ടം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടാതെ വെക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ യാതൊരു അല്പം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിലും അത് നമുക്ക് നന്മയ്ക്കായിട്ട് തന്നെയാണ് പിന്നീട് ഉപകാരപ്പെടുക. അപ്പം അത് നമ്മൾ ചിന്തിപ്പിക്കേണ്ടത് ഇതുപോലുള്ള ചില നമ്മൾ മുറുകെ പിടിച്ചിരുന്ന ചില അനാവശ്യമായ കാര്യങ്ങൾ, അവയെ കൂടി നമ്മൾ ആ ഒരു മനോഭാവവും എല്ലാം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് നമ്മൾ ഉപേക്ഷിക്കുവാൻ, തിരുത്തുവാനും കൂടി നമ്മൾ തയ്യാറായിക്കൊണ്ട് നല്ല മനസ്സുകളുടെ ഉടമകളായി തീരുവാനായിട്ട്, സൗഹൃദങ്ങളുടെ ഉടമകളായി തീരുവാനായിട്ട്, അങ്ങനെ ദൈവവുമായിട്ടുള്ള സൗഹൃദമാണ് ഏറ്റവും അടുത്ത് നമ്മൾ അത് പാലിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അത് അനുഭവിക്കുമ്പോഴാണ് അതിലൂടെ നമുക്ക് നമ്മുടെ സഹോദരങ്ങളിലേക്കും ഈ ഒരു നന്മയുടെ അനുഭവത്തിലൂടെ സ്നേഹത്തിൻ്റെ ആ നല്ല മനോഭാവം സ്വീകരിക്കുവാനായിട്ട്, ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട്, നിലനിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഈ പദ്ധതി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും ബാഹ്യമായിട്ടുള്ള ആഘോഷങ്ങളോ ഒരുക്കങ്ങളോ അല്ല, മറിച്ച് ആത്മീയമായിട്ടുള്ള ആഘോഷവും സന്തോഷവും അനുഭവിക്കുവാൻ, അതാണ് കർത്താവ് ആ പുൽക്കൂട്ടിൽ നമുക്ക് നൽകുന്നത്. പിതാവ് സൂചിപ്പിക്കുന്നുണ്ട് ആ വചനങ്ങളുടെ വെളിച്ചത്തിൽ, അല്ലെങ്കിൽ സുവിശേഷ ക്രിസ്മസിൻ്റെ പശ്ചാത്തലത്തിൽ പൂതരാജക്കന്മാരുടെ സന്ദർശനവും അട്ടണിയന്മാരുടെ സന്ദർശനവും എല്ലാം ഒരു പുതിയൊരു വ്യക്തികളായിട്ട് മാറുകയാണ്. ഈശോയുടെ അടുത്ത് അവരെത്തി ആ ഈശോയിൽ നിന്നുള്ള അനുഭവം അവർക്കുണ്ടായപ്പോൾ ഒരു ജീവിതത്തിൽ മാറ്റം സംഭവിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ പിന്നീട് പോകുന്നത് വീണ്ടും ആ തെറ്റായ വഴിയിലേക്കല്ല പോകുന്നത്, ശരിയായ വഴിയിലൂടെ ദൈവം കാണിച്ചു കൊടുത്ത നന്മയുടെ സുരക്ഷിതത്വത്തിൻ്റെ വഴിയിലൂടെയാണ് തിരിച്ചു പോകുക അവർ. അതുകൊണ്ട് ഈ ചിന്തകളൊക്കെ നമുക്കും ആത്മീയമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുവാൻ, ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഒരുങ്ങുവാൻ സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും, ഉണ്ണീശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി നിന്ന് കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. ആദത്തിന്റെ പാപം മൂലം അതമ്പതിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ ഞങ്ങൾക്ക് പാപമോചനവും രക്ഷയും നൽകുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ പാർത്തിരുന്ന മിശിഹായെ കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. ജനപദങ്ങളുടെ കർത്താവും സമാധാനത്തിന്റെ രാജാവുമായ മിശിഹായെ സമസ്ത ലോകത്തിനും വിശിഷ്യ ഞങ്ങളുടെ മാതൃരാജ്യത്തിനും നിന്റെ ശാന്തിയും സമാധാനവും നൽകുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. ലോകത്തിന്റെ പ്രകാശവും മനുഷ്യവർഗത്തിന്റെ ഗുരുനാഥനുമായ മിശിഹായെ സകല ജനങ്ങളെയും പ്രത്യേകിച്ച് ഭാരതത്തിലെ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും സുവിശേഷ ദീപ്തിയാൽ പ്രകാശിപ്പിക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച മിശിഹായെ ഞങ്ങളുടെ കുടുംബങ്ങളെ ദിവ്യസ്നേഹ ചൈതന്യത്താൽ ധന്യമാക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, തികഞ്ഞ പ്രത്യാശയോടുകൂടി അങ്ങയുടെ തിരുക്കുമാരൻ്റെ പിറവി തിരുനാളിൽ ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയ്ക്ക് പ്രിയങ്കരമായ ഇവ മാത്രം ചെയ്യുവാനും ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മിശിഹായ്ക്ക് വഴിയൊരുക്കുവാനും സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകഴുകി കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും
തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരണത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹയുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം വരെ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അർപ്പിക്കപ്പെടണം എന്ന കൽപ്പന അനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ സജ്ജീകരിക്കപ്പെടുന്ന അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. താതനും അതുപോലാത്മജനും ദിവ്യറുഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയൗസേപ്പിനെയും സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ ആദിയിലെ പോലെ എന്നേക്കും ആമേൻ ആമേൻ. സുതരുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. വിശ്വാസത്തെ പ്രഘോഷിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമദൃശ്യമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ളതിനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീമയെ തളിപ്പിട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ലൈംഗികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമതിശയം ശരീരത്തിന്റെ ഉയർപ്പം നിത്യായുഷ്യമായിട്ട് പറയുകയും ചെയ്യുന്നു. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നമ്മൾ ഒരുമിച്ച് അർപ്പിക്കുന്ന ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ദീക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്നങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. പരസ്പര സമാധാനം ആശംസിക്കും. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രോഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയര
ഹൃദയ വികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ. ഹൃദയ വികാര വിചാരങ്ങൾ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പോ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും എല്ലാ അശുദ്ധതയിലും, ദുഷ്ടതയിലും ദുഷ്ടതയിലും, അസൂയയിലും അസൂയയിലും, വഞ്ചനയിലും വഞ്ചനയിലും, അലസതയിലും അലസതയിലും, വിദ്വേഷത്തിലും വിദ്വേഷത്തിലും, ആത്മീയ ആത്മീയ ബന്ധനങ്ങളിലും നിന്ന് ബന്ധനങ്ങളിൽ നിന്ന് വിമുക്തമാക്കണമേ. വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ വിശുദ്ധ കുർബാന വിശുദ്ധിയോടും വിശ്വാസത്തോടും കൂടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. പരിശുദ്ധരും രൂപകളുമായ കൃപന്മാരോടും ശരപന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഓശാന ഓശാന പരിശുദ്ധനോശാന നിത്യമഹോന്നതനോശാന. ഓശാന ഓശാന പരിശുദ്ധനോശാന നിത്യമഹോന്നതനോശാന. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ പാടുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ പാടുന്നു. മണ്ണും വിണ്ണും അനവരതം ഒരുമയുടങ്ങയെ വാഴ്ത്തുന്നു. മണ്ണും വിണ്ണും അനവരതം ഒരുമയോടങ്ങയെ വാഴ്ത്തുന്നു. ഓശാന 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 ഓശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം ആകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവേൻ. ആമേൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അപ്രകാരം തന്നെ കാശയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത്
വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം ആകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവേൻ. ആമേൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാന ആചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയ്ക്കും മന്ത്രിപദാധ്യക്ഷനായ മാർ ആന്റണി കരിയിൽ മെത്രാപ്പൊലീത്തയ്ക്കും മറ്റുള്ള പിതാക്കന്മാർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, മിഷനറിമാർ, സന്യാസിമാർ, എൽമായ പ്രേക്ഷിതർ, സാമൂഹിക പ്രവർത്തകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, ആതുര ശുശ്രൂഷകർ, മാതാപിതാക്കന്മാർ, യുവാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്വദേശത്തും വിദേശങ്ങളിലുമുള്ള നാനാജാതി മതസ്ഥരായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനും അങ്ങേ സന്നദ്ധിയിൽ പ്രീതിജനകമായ വിധമർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. അവസരം ക്ലേശതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ലോകമെങ്ങുമുള്ള കോവിഡ് രോഗികളെയും മറ്റു രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർ ശുശ്രൂഷിക്കുന്ന എല്ലാ ആതുര ശുശ്രൂഷകരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും സമർപ്പിക്കാം. ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാ മരിച്ചുപോയവർക്ക് വേണ്ടിയും കോവിഡ് രോഗം മൂലമോ മറ്റുള്ള രോഗങ്ങളാലുമൊക്കെ മരണമടഞ്ഞു പോയ എല്ലാവർക്കും വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാം. അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബത്തെ മറ്റെല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങൾക്കും അയോഗ്യനായ എനിക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കരങ്ങൾ കൂപ്പി ശിരസ് കുനിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവനായി അഭിഷേകത്തിനായി പ്രാർത്ഥിക്കാം. ആത്മാവാണ് നമുക്ക് പാപബോധം നൽകുക. കർത്താവിൻ്റെ തിരുപ്പറയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുമ്പോൾ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിലെ പുൽക്കൂട് നമ്മൾ ഈശോയ്ക്കായി നോക്കുമ്പോൾ അവിടെയുള്ള ഈശോയ്ക്ക് വസിക്കുവാൻ, കടന്നു വരുവാൻ, പറക്കുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള എല്ലാ പാപത്തിൻ്റെയും തിരുമേതയുമായ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ അകറ്റിടമേ എന്ന് ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ ജീവിതത്തെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ഈ ലോക ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുപോലെയുള്ള ഈ ലോകത്തിൻ്റെ ആകർഷണങ്ങളിൽപ്പെട്ട് പാപത്തിലേക്ക് തിന്മയിലേക്ക് വിട പോകാതിരിക്കുവാൻ സഹായിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ അവിടുത്തെ ആത്മാവിനെ കൊണ്ട് നമ്മളെല്ലാവരും നിറയ്ക്കുവാനും ഈ ബലിയിൽ സംപ്രീതനാകുവാനും അങ്ങനെ തബ്രാനും പ്രീതികരമായ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ കൃപ ആത്മാവിൻ്റെ വരദാനങ്ങളാൽ ഫലങ്ങളാൽ കൃപകളാൽ നിറച്ച് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈ സമയം പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങേ ദാസരുടെ കൃപാരിയോടൊന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിന് നവമായ ജീവിതത്തിനും കാരണമാവട്ടെ.
സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. അങ്ങയുടെ കാര്യത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, അങ്ങയുടെ തിരുനാമത്തിന്റെ സ്തുതിയും നാഥനായ അങ്ങയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം ഭക്ഷിക്കുന്നവർ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവന്റെ ഭോജ്യമാമീശോ, തിരുവോസ്തിയിൽ വാഴുമീശോ, വാഴ്ത്തുന്നു ഞങ്ങൾ, സ്തുതിക്കുന്നു ഞങ്ങൾ, ആരാധ്യനായക നിന്നെ. ജീവന്റെ ഭോജ്യമാമീശോ, തിരുവോസ്തിയിൽ വാഴുമീശോ, വാഴ്ത്തുന്നു ഞങ്ങൾ, സ്തുതിക്കുന്നു ഞങ്ങൾ, ആരാധ്യനായക നിന്നെ. ആരാധന ആരാധന തിരുവോസ്തിരൂപമേ, ആരാധന 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 മഹേശ്വരായ എന്നെന്നും ആരാധന. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. ഈശോ ഇതാ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുവാൻ ആഗ്രഹിച്ച് കാത്തു നിൽക്കുന്ന വിശുദ്ധ കൃപാനയായി മാറി അവിടുന്ന് ദിവ്യകാണ്ഡമായിട്ട് മാറി ഇതാ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു. ഈശോയെ സ്വീകരിക്കാം. നമ്മുടെ തെറ്റുകളും കുറവുകളും ഈശോ സ്വീകരിക്കുവാനായിട്ട് തടസ്സം കൊണ്ട് ആയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് അനുതാപത്തിൻ്റെ ചൈതന്യത്തോടു കൂടി മനസ്സോടുകൂടി നമ്മൾ തെറ്റുകൾ തമ്പുരാന്റെ മുമ്പിൽ ഏറ്റു പറയുമ്പോൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ സഭയുടെ അധികാരമനുസരിച്ച് നമ്മുടെ എല്ലാ പാപങ്ങൾക്കും പൊതുവായിട്ടുള്ള മോചനം ലഭിക്കുകയാണ്. ഹൃദയപൂർവ്വം പശ്ചാത്തപിച്ച് തമ്പുരാന്റെ മുമ്പിൽ നമ്മുടെ എല്ലാ തെറ്റുകൾക്കും, പ്രത്യേകിച്ചും സഹോദര സ്നേഹത്തിന് എതിരായി വന്നു എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിച്ചുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൽ ഈശോ സ്വീകരിക്കുവാനും ഈശോ തൻ്റെ ശിശുമാരെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് വേറ്റിച്ചൊല്ലി ഈശോയെ സ്വീകരിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. കർത്താവായ ദൈവം മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് നമ്മളൊരുവനായി തന്റെ ശരീരം രക്തവും ദാനം ചെയ്തുകൊണ്ട് അവിടുന്ന് നമ്മെ തന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കി. ഈ മഹാദാനം സ്നേഹപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നല്ലവനായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവെ, നിന്റെ ശരീരവും രക്തവും നീ ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി. നിന്റെ രാജ്യത്തിലേക്ക് നീ ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു. ഭവനങ്ങളിലായിരിക്കുന്നവർക്ക് നേരിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല, നമുക്കറിയാം.
എങ്കിലും ആഗ്രഹത്താൽ അരൂപയിലുള്ള വികാരം സ്വീകരിക്കുവാൻ സാധിക്കും. അവർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾ ഏറ്റുചൊല്ലി അരൂപയിലുള്ള വികാരണത്തെ സ്വീകരിക്കാം. എൻ്റെ ഈശോയെ, അങ്ങ് ദിവ്യകുദാശയിൽ സന്നിഹിതനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ എനിക്കിപ്പോൾ സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ സന്നിഹിതനാണ് എന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നും അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈശോയുടെ ശരീരവും രക്തവും കടകണപതിക്കും നത്തിജീവനും കടമായി തീരട്ടെ. ആമേൻ. മാസ്ക് നിങ്ങൾ നേരത്തെ തന്നെ താഴ്ത്തി വയ്ക്കുക. എന്നുമെന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ, എന്നുമെന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ, എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന
മുതൽ 4 യൂണിറ്റുകൾ വീതമാണ് ആരംഭിച്ചിരിക്കുക. കാട്ടിക്കുന്ന് കുരിശുപള്ളിയിൽ കുർബാന ആരംഭിച്ചതിൻ്റെ ഫലമായിട്ട് നമുക്ക് അവിടെ 2 യൂണിറ്റുകൾ പോകുന്നു. ബാക്കിയുള്ള യൂണിറ്റുകൾ 8 യൂണിറ്റുകളും ഇവിടെ 4 വീതം ഓരോ കുർബാനയ്ക്കുമായിട്ട് വരുന്നു. അപ്പോൾ ഞായറാഴ്ചകളിലുള്ള ഈ ക്രമീകരണം കൃത്യമായിട്ട് അങ്ങനെ തന്നെ പാലിക്കുക. യൂണിറ്റുകൾ മറ്റു ദിവസങ്ങളിൽ യൂണിറ്റുകൾ നോക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. മറ്റ് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ 2021 വിശുദ്ധ പിതാവിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, എല്ലാവരും അറിഞ്ഞു കാണുന്നത് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ. അപ്പോൾ 2021 ഔഷപിതാവിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിച്ചു. ആഗോള സഭയുടെ മധ്യസ്ഥനായിട്ട് പരിശുദ്ധമയെ പോലെ തന്നെ വിശുദ്ധ ഔഷപിതാവിനെയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാർപ്പാപ്പ. അപ്പോൾ അതിൻ്റെ 15ാം വാർഷികമാണ് ഈ 2021 വർഷം എന്ന കാര്യം നമ്മളെല്ലാവരും ഓർമ്മപ്പെടുത്തുന്നു. കൂടുതൽ വിശുദ്ധ ഔഷപിതാവിനുള്ള ഭക്തിയിലും വിശ്വാസത്തിലും ഒക്കെ വളരാനായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ, പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സന്തോഷകരമായ കാര്യം പറയുവാനുള്ളത്, നമ്മുടെ കാറ്റഗിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എവഞ്ചലി എന്നുള്ള ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഗോസ്പൽ ക്വിസ്, മെഗാ ഗോസ്പൽ ക്വിസ് ആരംഭിച്ചിരുന്നു. അത് ഡിസംബർ 5-ലാണ് ആരംഭിച്ചത്. 5 എപ്പിസോഡുകൾ ആണ്. അതിൽ നമ്മുടെ ഇടവകയിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് പങ്കെടുത്ത മാവങ്കൽ ഏഞ്ചൽ മരിയ ഷാജിക്ക് 3 സമ്മാനം കിട്ടിയിട്ടുണ്ടെന്ന കാര്യം, സന്തോഷകരമായ കാര്യം അറിയിക്കുന്നു. ആ മകളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇടവകയുടെ പേരിൽ മാധവക്കന്മാരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. 53 പേർക്കാണ് സമ്മാനങ്ങൾ കിട്ടിയിട്ടുള്ളത്. അതിൽ 3ാം സ്ഥാനമാണ്, അതായത് 20 ചോദ്യങ്ങളിൽ അതിൽ 3ാം സ്ഥാനമാണ് നമ്മുടെ ഏഞ്ചൽ മരിയയ്ക്ക് കിട്ടിയത്. കൂടുതൽ പേരുണ്ടായിരുന്നതിനാൽ, ഒരേ മാർക്ക് കിട്ടിയവർ 20 മാർക്ക് കിട്ടിയവർ ഒത്തിരി പേരുണ്ടായിരുന്നതിനാൽ 53 പേരോളം ഉണ്ടായിരുന്നെന്നാണ് അറിയുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നറുക്കിട്ടാണ് കിട്ടുക. നമ്മൾ നടത്തുന്ന പരിപാടിയിലും അതുപോലെ തന്നെയാണ്. ഡിസംബർ ക്രിസ്മസോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടി നമ്മൾ ഇതുപോലെ നറുക്കിട്ടാണ്. ഒന്നിലധികം പേര് വരികയാണെങ്കിൽ നമ്മൾ നറുക്കിട്ടാണ് എടുക്കുക. അപ്പോൾ അങ്ങനെ നറുക്കിട്ട് കിട്ടിയതാണ് 3ാം സ്ഥാനം. പ്രത്യേകം അഭിനന്ദിക്കുന്നവർക്ക് കൂടി. അതുപോലെ തന്നെ വേദപാഠവുമായിട്ട് ബന്ധപ്പെട്ട് സൺഡേ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലും ഡിപ്ലോമ 1ാം വർഷവും ഡിപ്ലോമ 2ാം വർഷവും പഠിക്കുന്ന കുട്ടികൾക്ക് ജനുവരി 31-ാം തീയതിയാണ് അവരുടെ പരീക്ഷ നടക്കുന്നത്, വാർഷിക പരീക്ഷ നടക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ക്ലാസ്സുകളിൽ, അതായത് 1 മുതൽ 9 വരെ ക്ലാസ്സുകളിലേക്കുള്ള കുട്ടികൾക്ക് ഫെബ്രുവരി 21-ാം തീയതി ആയിരിക്കും അവരുടെ പരീക്ഷ നടക്കുക. 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള പരീക്ഷ ഫെബ്രുവരി മാസം 21-ാം തീയതി ആയിരിക്കും. ഇതുപോലെ ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾ പ്രത്യേകിച്ച് 10, +1, +2 ക്ലാസ്സുകളിലെ കുട്ടികൾ നന്നായിട്ട് ഒരുങ്ങുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് മാത്രമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ അവരുടെ ഗ്രൂപ്പിൽ ബന്ധപ്പെട്ട ടീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. അത് മനസ്സിലാക്കി അതനുസരിച്ച് പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, നമുക്കറിയാം, കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷം വാർഷിക ആഘോഷങ്ങൾ നടത്തിയില്ല. സൺഡേ സ്കൂളിൻ്റെ ആണെങ്കിലും ഇടവകയിലെ യൂണിറ്റുകളുടെ ആണെങ്കിലും. അപ്പോൾ നമ്മൾ അതിനോടനുബന്ധിച്ചാണ് സാധാരണ സമ്മാനങ്ങളൊക്കെ കൊടുക്കാറ്. സൺഡേ സ്കൂളിൽ വാർഷികത്തോടനുബന്ധിച്ചാണ് സൺഡേ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള അവസരത്തിലാണ്. പക്ഷേങ്കിലും 1-2 സമ്മാനങ്ങൾ മാത്രമേ നമുക്ക് ഇതിനോട് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള സമ്മാനം കൊടുക്കാനായിട്ട് നിരോധനാജ്ഞ വന്നതുകൊണ്ട് നമുക്ക് സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതെല്ലാം പിൻവലിച്ച സാഹചര്യത്തിൽ അടുത്ത ഞായറാഴ്ചയിൽ ഇനി ശേഷിക്കുന്ന കുട്ടികൾക്ക് ഏതാണ്ട് 102ഓളം പേർക്കുണ്ട്. ശേഷിക്കുന്ന കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ, വിവിധ കാര്യങ്ങൾക്കായിട്ടുള്ള സമ്മാനങ്ങൾ പഠനത്തിൻ്റെ കൊടുത്തു. ബാക്കിയുള്ള സമ്മാനങ്ങളൊക്കെ എല്ലാം അടുത്ത ഞായറാഴ്ചയിലാണ് കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ അവർക്ക് മാത്രമായിട്ട്, ഇങ്ങനെ സമ്മാനാർഹരായിട്ടുള്ള കുട്ടികൾക്ക് മാത്രമായിട്ട് ഒരു കുർബാന നമ്മൾ വൈകിട്ട് 4 മണിക്ക് വെച്ചിട്ടുണ്ട്. അത് കുട്ടികൾക്ക് മാത്രമാണ്, ഈ സമ്മാന അർഹരായിട്ടുള്ള കുട്ടികൾക്ക് മാത്രം. അത് ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ കുട്ടികളത് മനസ്സിലാക്കുക. അതനുസരിച്ച് ആ കുട്ടികളെല്ലാവരും അടുത്ത ഞായറാഴ്ച വൈകിട്ട് 4 മണിക്കുള്ള കുർബാനയ്ക്കാണ് വരേണ്ടത്. ഒപ്പം ഒരു കാര്യം പ്രത്യേകം ഓർക്കുക,
10 വയസ്സ് താഴെയുള്ള കുട്ടികൾ, പ്രായമുള്ള കുട്ടികൾ വരേണ്ട, പകരം ആ കുട്ടികളുടെ മാതാപിതാക്കന്മാർ വരാനായിട്ട് ശ്രമിക്കുക. സമ്മാനാർഹരായിട്ടുള്ള 10 വയസ്സ് താഴെയുള്ള കുട്ടികളല്ല വരേണ്ടത്, കുട്ടികളുടെ മാതാപിതാക്കന്മാർ അവർക്കുള്ള സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുവാൻ വേണ്ടിയിട്ട് അവർ എത്തുക, കുട്ടികളെ ഒഴിവാക്കുക. കാരണം നമുക്ക് പൊതു നിബന്ധനകൾ പാലിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ദിവ്യബലിക്ക് ശേഷമാണ് ഈ 2019-20 വർഷത്തിലുള്ള സമ്മാനാർഹരായ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതിൻ്റെ ലിസ്റ്റുകളെല്ലാം വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഈ കുട്ടികൾ എല്ലാവരും അടുത്ത ഞായറാഴ്ച 4 മണിക്കാണ് കുർബാന. അരമണിക്കൂർ മുമ്പ് എല്ലാ കുട്ടികളും എത്തിയിരിക്കണം. അത് കുട്ടികളെ മാത്രമല്ല കേട്ടോ, കുർബാനയ്ക്ക് എല്ലാവരും അതുപോലെ എത്തണം, കുർബാനയ്ക്ക് നേരത്തെ എത്തണം. കാരണം രജിസ്റ്റർ ചെയ്തതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചിലരൊക്കെ വൈകി വന്നവരുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ പള്ളിയിൽ എത്തിയിരിക്കണം. നേരത്തെ എത്തുന്നവർ 6:45 ഞായറാഴ്ച കുർബാന തുടങ്ങുന്നത്. അപ്പോൾ ആ കുർബാന തുടങ്ങുന്ന സമയം പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഏതാണ്ട് ഈ പ്രായം വരുന്നത്, 10 വയസ്സ് താഴെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ അവരുടെ മാതാപിതാക്കന്മാർ വന്നാൽ മതിയായിരിക്കും എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത ഞായറാഴ്ച രാവിലെ 6:45 കുർബാനയ്ക്ക് വരേണ്ടത് 1, 2, 3, 4 യൂണിറ്റുകാർ. അതുപോലെ തന്നെ 8:30 കുർബാനയ്ക്ക് വരേണ്ടത് 5, 6, 7, 8 യൂണിറ്റുകളാണ്. വൈകിട്ട് 4 മണിക്ക് കാറ്റഗറിസത്തിൽ സമ്മാനാർഹരായിട്ടുള്ള കുട്ടികൾ മാത്രം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധയപ്പെടുത്തുന്നു. മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട്. മത്സരങ്ങൾ 4 മത്സരങ്ങളുണ്ട്, അത് ഇട്ടിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ആഘോഷ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ, കുർബാനയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പതുക്കെ ഞാൻ നിർദ്ദേശം ഈ ദിവസങ്ങളിൽ ഇടുന്നതാണ്. ഇന്ന് അഭിനന്ദ പിതാവിൻ്റെ നിർദ്ദേശം നമ്മൾ കേട്ട് കാണും. ഇടയിലൊക്കെ വായിച്ചതിൻ്റെ ഇടയിൽ കാണാം പാതിര കുർബാന, കരോള്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പാതിര കുർബാനയുണ്ട്, പരവേ തിരുക്കർമ്മങ്ങളുണ്ട്. അത് 10 മണിക്ക് ശേഷമുള്ള സമയം ഏതെങ്കിലും നമ്മൾ പിന്നീട് തീരുമാനിച്ച് പറയുന്നതാണ്. കരോള്, വീടുകൾ കയറി ഇറങ്ങിയുള്ള കരോള് പരിപാടി ഈ കൊല്ലം ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെയുള്ള ആഘോഷ പരിപാടികൾ, ആളുകളെ ഒരുമിച്ച് കൂടാനുള്ള ആഘോഷ പരിപാടികൾ തീർത്തും ഒഴിവാക്കുന്നു എന്ന കാര്യം പ്രത്യേകമായിട്ട് മുൻകൂട്ടി അറിയിക്കുകയാണ്. നമുക്ക് ഒരുങ്ങാം. അതനുസരിച്ച് നമ്മുടെ മത്സരങ്ങൾ, നമ്മുടെ വീടുകളിൽ തന്നെ ഇരുന്നു കൊണ്ടുള്ള മത്സരങ്ങൾ നമുക്ക് സംഘടിപ്പിച്ച് നമ്മുടെ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് കുട്ടികളുടെ നേതൃത്വത്തിൽ എല്ലാവരും അതിന് ഒരുങ്ങുക, സഹകരിക്കുക, നല്ല പരിപാടികൾ വിജയിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുക. നമുക്ക് എഴുന്നേറ്റ് നമുക്ക് നന്ദി പറയാം. ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമ്മൾ തന്നെ ഒരുക്കാം. ദൈവം നമുക്ക് നൽകിയല്ല അത് ഞങ്ങൾക്ക് പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയായി ദിവ്യകാരണമായി നമ്മുടെ ഹൃദയത്തെ വസിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തിൽ നമുക്ക് നന്ദി പറയാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മുടെ ഇടവ കുടുംബത്തിന് ഈ ദിവ്യബലിക്ക് വരാൻ പറ്റാത്ത മറ്റുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് കുർബാനയ്ക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഇന്ന് വന്നവർ അടുത്ത ഞായറാഴ്ച പറ്റുന്നത് ഒഴിവാകുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് വരാൻ പറ്റാത്തവർക്ക് വരാനായിട്ട് അവസരം കൊടുക്കുക. അങ്ങനെ നമുക്ക് പരസ്പരം സഹകരിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം അതിജീവിച്ച് മുന്നേറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാൻ തമ്മിലാണ് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് നമ്മളെല്ലാ തെറ്റുകൾക്കും ഒരിക്കൽ കൂടി മാപ്പ് ചോദിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ജീവൻ നൽകും ദൈവികമാ പരിപാവനമേ ബലിവഴിയായി നാഥന് സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോർശലേം നഗരത്തിൽ മാലാഖമാരുത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കർത്താവിന്റെ കബറിടമേ സ്തുതി. നിന്നെ സ്നേഹിച്ച കുർബാന കടങ്ങൾ വർദ്ധിക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങളുടെ മൂല്യം നിറഞ്ഞുകൂടാ. കരുണയുള്ള കർത്താവെ, കരയുന്നവരങ്ങി വിളിക്കുകയും സങ്കടപ്പെടുന്നവരങ്ങി ആശ്രയിക്കുകയും ചെയ്യുന്ന വാഗ്ദാനങ്ങൾ പ്രത്യക്ഷേകത്തെ ആശ്രയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര. എന്റെ കർത്താവ്, ഇതിനെയാണ് പ്രകൃതിക്കും മഹമയോടെ അന്തിമനാളിലെ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല പൊരുത്ത് വലം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും ഉയരം നൽകുന്നു. പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാപുത്രൻ റൂഹായെ മൃതനാം എന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദിമുതൽ നീക്കുമാമേ തെളിവായി എന്നുടെ നാഥാനേ, തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവേ, അങ്ങേ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങളുമായി കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായി അങ്ങേ ദൃഢത്തിൽ അനുഗ്രഹങ്ങൾ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, അങ്ങ് ആകാശത്തിലും ഭൂമിയിലും സുതൃഹരാകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശീപങ്ങാകുന്നു. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയൽ നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയൽ നാഥ തിരുസന്നിധിയിൽ. ഒരു വത്സലരാം സ്നേഹരും ഒരുപോൽ വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലികൾ പോലെ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയൽ നാഥ തിരുസന്നിധിയിൽ. അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങേ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപങ്ങളുടെ മോചനം അങ്ങേ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാവുന്നു. പുലരിയാവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ശരീരം കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധ ഞാൻ വിളിക്കുന്നു. മരിച്ചവരേൽപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രനെ വിചരിപ്പിച്ച കർത്താവേ, ആ ശബ്ദ മഹനീയമായ നീതിബുദ്ധിയുടെ ദിവസത്തിലെ ദാസരെ വിളിക്കുകയും വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങളെ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ കരുണാവരെ ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവർത്തിയാലും അറിഞ്ഞുമറിയാതെ അങ്ങേ ദാസർ ചെയ്തു പോയിട്ടുള്ള എല്ലാവിധമായ പാപങ്ങളിൽ നിന്ന് മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗീയ ഓരസ്ഥത്തിലേക്ക് എറിഞ്ഞ് പ്രവേശിപ്പിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വരെ നമുക്കറിയാം, ഈ ലോക്ക്ഡൗൺ കാരണം നമുക്ക് മരണാനന്തര സഹായ സംഘത്തിൻ്റെ പിരിവുകൾ നമുക്കെടുക്കാൻ സാധിച്ചിട്ടില്ല. 4 പേരോളം ആ സംഘത്തിന് അംഗങ്ങളായിരുന്നവർ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഞായറാഴ്ചകളിൽ കുർബാന കഴിയുമ്പോഴത്തേക്ക് ഭാരവാഹികൾ അത് കളക്ട് ചെയ്യുന്നതിനായിട്ട് അവിടെ ഉണ്ടാവും, പുറത്തുണ്ടാവും. അത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ജന്മദിനം ആഘോഷിക്കുന്നവർ മുന്നോട്ട് വരിക. സിസ്റ്റർ നാൻസി,
ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ല ദിവസം ആശംസിക്കുന്നു. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനശ്വരനാ ജഗദീശ, അനുപമ സ്നേഹാംബുതി. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനശ്വരനാ ജഗദീശ, അനുപമ സ്നേഹാംബുതി. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ. അഖിലവുമലിവാൻ തീർത്തവനേ, അനുദിന കൃപയാൽ നയിപ്പവനേ. അഖിലവുമലിവാൻ തീർത്തവനേ, അനുദിന കൃപയാൽ നയിപ്പവനേ. നവികല ജീവൻ ഉറവിടമേ, അതുലതയാമയനേ. നവികല ജീവൻ ഉറവിടമേ, അതുലതയാമയനേ. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനശ്വരനാ ജഗദീശ, അനുപമ സ്നേഹാംബുതി.